ADN ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിനെ കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്യുന്നതിനോ മറ്റൊരു രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അത് എത്തിക്കുന്നതിനോ ഇമ്പോർട്ട് ചെയ്യുന്നതിനോ നമുക്കൊരു ലൈസൻസ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എടുക്കുന്ന ലൈസൻസാണ് IE കോഡ്, അതല്ലെങ്കിൽ IEC കോഡ് എന്ന് പറയാറുണ്ട്, അതല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എത്ര സമയമാണ് എടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്ന് പല പ്രൊഡക്റ്റും കയറ്റുമതി ചെയ്യാതിരിക്കാനും നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വിൽക്കാതിരിക്കാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ലൈസൻസ് എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ പലരും വിചാരിച്ചിട്ട് ഇതൊരു വലിയൊരു കോംപ്ലിക്കേഷനുള്ള പ്രോസസ്സാണ്, ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിചാരിച്ചിട്ടാണ് പലരും ഇത് ചെയ്യാത്തത്. അപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാൻ വളരെ ലളിതമായിട്ട് നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിന് അപേക്ഷിക്കാം. അപ്പോൾ നമ്മളൊരു ഒരു പാർട്ടിക്ക് ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിനകം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുത്തു കൊടുക്കാൻ പറ്റും. ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്? ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് ഒരു വ്യക്തിയുടെ പേരിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഒരു വ്യക്തിയുടെ പേരിലെടുക്കാം, അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലെടുക്കാം. ഒരു വ്യക്തിയുടെ പേരിലാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, അതുപോലെ തന്നെ ഒരു അഡ്രസ് പ്രൂഫ്. അപ്പോൾ വ്യക്തിയുടേതാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കാം. അങ്ങനെ അതുപോലെ തന്നെ അവരുടെ ഒരു ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ആ വ്യക്തിയുടെ പേരിലുള്ള ഒരു ക്യാൻസൽഡ് ചെക്ക്, ഈ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് ഒരു ദിവസത്തിനകം തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, ഒരു സ്ഥാപനത്തിൻ്റെ പേരിലാണ് നിങ്ങൾ എടുക്കുന്നത്, അതൊരു വ്യക്തി നടത്തുന്ന പ്രൊപ്പറേറ്റർഷിപ്പ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കമ്പനിയോ LLP ഏതും ആയിക്കോട്ടെ. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലാണ്, സ്ഥാപനത്തിൻ്റെ പേരിലൊരു ക്യാൻസൽഡ് ചെക്ക് വേണം. മറ്റു ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ ഒരു വ്യക്തി നടത്തുന്നതാണെങ്കിൽ ആ വ്യക്തിയുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഒരു അഡ്രസ് പ്രൂഫ് ഒരു സ്ഥാപനത്തിൻ്റെ പേരിലാവുമ്പോൾ അതിൻ്റെ റെൻ്റൽ അഗ്രിമെൻറ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി കൊടുക്കാം. അതുപോലെ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ഒരു ക്യാൻസൽഡ് ചെക്ക്, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനത്തിൻ്റെ പേര് ആ ഒരു ക്യാൻസൽഡ് ചെക്കിൽ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി. ഇനി ഇത് ഒരു വ്യക്തിയല്ല, അത് പാർട്ട്ണർഷിപ്പോ കമ്പനിയോ LLP ആണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡ് ഉണ്ടാവും, കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, LLP ആണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കോപ്പിയും, അതിൽ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, ആ പാർട്ട്നേഴ്സിൻ്റെ നേരത്തെ പറഞ്ഞ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഈ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കൊടുക്കാനും നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തു തരാൻ പറ്റും. അത്രയും ഈസി ആയിട്ട് നമുക്കത് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ടാണ് പലരും ഇമ്പോർട്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാത്തത്. പിന്നെ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്, അതുപോലെ തന്നെ എന്തെല്ലാം സാധനങ്ങളാണ് നിങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാനുണ്ട്. നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഒട്ടുമിക്ക ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൽ എടുക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കൊടുക്കാൻ. അതല്ലാതെ നമ്മൾ ചെയ്യണം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് കയറ്റണമെങ്കിൽ വീണ്ടും അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും, അപ്പോൾ അതല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഒട്ടുമിക്ക എല്ലാ സംഗതികളും അതിൽ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് അപേക്ഷിക്കാൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എക്സ്പോർട്ട് ലൈസൻസ്, ഇമ്പോർട്ട് ലൈസൻസ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.